ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണ്. ഉമ്മു പറ എന്തുണ്ട്? ഉമ്മുനെ അറിയാമല്ലോ. ഉമ്മു നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിലുണ്ടായിരുന്നു. നാണം വേണ്ട, സോറി, മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്ന ഉമ്മു. പിന്നെ കുറേ പേര് വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണപ്പെണ്ണ് എന്ത് ചെയ്യുന്നത്. ഈ ഇരിക്കുന്നതാണ് കല്യാണപ്പെണ്ണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് കല്യാണപ്പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന്. കല്യാണപ്പെണ്ണ് ഇതാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നില്ലയോ? പള്ളി കല്യാണമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിരുന്നു കമൻറ്റ്, കല്യാണപ്പെണ്ണ് എന്തിയെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ കല്യാണപ്പെണ്ണ് ഇങ്ങനെ കല്യാണത്തിൻ്റെ ദിവസം ഒരുങ്ങി എന്തോ ഭയങ്കര സെറ്റായിട്ട് വന്നിരിക്കുന്നൊന്നുമല്ല. നമ്മുടെ കൂടെ അന്ന് ജോലിയിലൊക്കെ കല്യാണപ്പെണ്ണും ഉണ്ടായിരുന്നു, അല്ലയോ? ആരും കണ്ടില്ലെന്നേ ഉള്ളൂ. കല്യാണപ്പെണ്ണ് അത് തിരിച്ചറിയത്തില്ലായിരുന്നു. ഒക്കെ ആൾക്കാർ ഓടിക്കും. ഇവിടെ പതുക്കെ പറയാതെ ഉറക്കെ പറ. ഇവിടെ അങ്ങനെ ആ കല്യാണത്തിന് നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇവിടെ കല്യാണത്തിന് പെണ്ണും വീട്ടുകാരും എല്ലാവരും ജോലിയായിരിക്കും, ഇല്ലയോ? അതെ, മുടിഞ്ഞ ജോലിയായിരുന്നു. അതെ, കല്യാണപ്പെണ്ണ് ഏതാ ഫ്രണ്ട്സ് ഏതാ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ കല്യാണ വിളിയിലും റജീത ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഏറ്റവും ഇഷ്ടം എല്ലാ പരിപാടിയിലും റജീത തന്നെയായിരുന്നു ഫുള്ള് ഇറങ്ങിയിരുന്ന എല്ലാ ജോലികളും ചെയ്തത്. പക്ഷെ എല്ലാവരും വിചാരിച്ച് ഒരുങ്ങിയിട്ടൊക്കെ മറ്റേ സ്റ്റേജിൽ വന്ന് അങ്ങനെ ആ കല്യാണപ്പെണ്ണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പോൾ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണമൊക്കെ അടിപൊളി കല്യാണമായിരുന്നു, ഇല്ലയോ? അതെ, നിങ്ങളെല്ലാവരും ലക്ഷദ്വീപിലെ കല്യാണങ്ങൾ കണ്ടല്ലോ, ഇല്ലയോ? പിന്നെ എന്തുവായിരുന്നു? ഞങ്ങളെന്നും ഇങ്ങനെ വന്നിരിക്കത്തില്ല. ഞങ്ങളെപ്പോഴും ഇങ്ങനെ വരും, പെട്ടെന്ന് തിരിച്ചു പോകും. ഇന്ന് ഞങ്ങൾ വിചാരിച്ചെന്ന് ഇവരെ പോലെയൊക്കെ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരുന്ന്, ഗസ്റ്റുകളൊക്കെ അതേ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് വിചാരിച്ച്. അവിടെ കൂടുള്ളവരൊക്കെ അതേ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന കൂടുതൽ എല്ലാവരും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കും. എന്തെങ്കിലും ഒന്ന് പറ എന്ത് പറയാന്? പറ. ഉമ്മുൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാ കേട്ടോ. ഒരു കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, വൈകുന്നേരം ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരായിരിക്കും. കൂടുതലും ഗസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വൈകുന്നേരം സൈറ്റ് സീയിങ്ങിനായിട്ട് കൊണ്ടുവരുന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ അവർ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകും. ഇവിടെ എല്ലാം ഫോട്ടോസ് എടുപ്പാണ് നടക്കുന്നുണ്ടോ, ഇല്ലയോ? ഹായ്, എന്തിന് വന്നതാ? വെറുതെ കാറ്റുകൊള്ളാൻ. ഇവിടെ ഒരാളുണ്ട് കേട്ടോ. കൈ പറ്റ്, ഫോൺ പറ്റ്. പേരെന്തുവാടെ? തൻവീർ. എന്താ? തംജിദ്. പേരെന്തുവാടെ? അർഫിദ. നിഹാല. മറ്റേ ആൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല കേട്ടോ, നാണം വരുന്ന. ആരോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഇവർക്കാർക്കും കുഴപ്പമൊന്നുമില്ല. വൈകിട്ട് എന്ന് വരുമോ നിങ്ങൾ? ഇല്ലല്ലോ, ഇല്ല, ഇന്ന് മാത്രം. അല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. ഒരു രസമില്ലേ ഇത്? ഇങ്ങനെ വെറുതെ വന്നിരിക്കും, ഇത്ര ആൾക്കാരെ കാണാം. ഇവരാരും ഇല്ലെങ്കിൽ നിങ്ങൾ വരുമല്ലോ. പിന്നെ ഇവരാരും വേണമെന്നൊന്നുമില്ല, ഇല്ലയോ? ഇതൊക്കെ ഇല്ലയോ? ഇന്ന് ഒത്തിരി ആൾക്കാരുണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങളുടെ മരത്തിന്റെ ചോട്ടിൽ വന്ന് ഞങ്ങൾ വീണ്ടും. പുതിയ ഒരാളുണ്ട് ഇവിടെ കളിക്കാൻ. ബിളിയാടുന്നു. സിയ ഒന്ന് നോക്കുവോ? സിയ ഭയങ്കര ബിസിയാ. സിയ ഭയങ്കര ബിസിയില്ല. സിയ യോ കരയാൻ പോവാന്നാ? അല്ലല്ല. സിയ ഞങ്ങളൊന്ന് നോക്കുവോ? ഇല്ല, കരയാൻ പോകുന്നതൊന്ന് ഇല്ലയാ? ഇല്ല. അടുത്ത ആളിവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഹായ് 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 പറയുവോ? ലക്ഷദ്വീപ് കാണാൻ വന്നാനോ? അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഗത്തി ദ്വീപിലെ വൈകുന്നേരത്തെ ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. എന്നും വൈകുന്നേരം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. എല്ലാവരും ഇതുപോലെ വന്ന് മണലിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് നല്ല രസമാണ്. ഇരിക്കാൻ പോവാൻ ഉമ്മു സാധാരണ വന്ന് ഇരിക്കുവാണല്ലോ ചെയ്യുന്നത്. ഇന്നും പിന്നെന്താ? നല്ല രസമുണ്ട്, നല്ല വെട്ടമുണ്ട്.
എല്ലാരും വന്നിരിക്കുന്നതാണ്. ഈ നടന്നു പോവാ. ഫിഷിങ്ങാ ഫിഷിങ്ങിന്റെ ബോട്ട് പോകുന്നുണ്ട്. നമ്മളിനി എങ്ങോട്ടാ പോന്നേ? ചായ കുടിക്കാൻ പോവാണ്. ചായ ഇല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതം ഇല്ല. എന്നാലും ഒരു കൊച്ചിറക്കം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഫുഡാണ് മെയിൻ. ഞങ്ങൾക്ക് ചായ വൈകിട്ടായി, ഞങ്ങൾക്കൊരു ചായ വേണം. അത് ഇത്ര വലിയ തെറ്റാണോ? ഒരിക്കലും ഒരു തെറ്റല്ല. ഈ വരുന്നവരൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല. കണ്ട ഇവിടൊക്കെ എന്താ കിളിക്കൂട് കൊണ്ടുവച്ച് കളിക്കുന്ന അവിടെ. ഞങ്ങൾക്ക് ഇനി ചായ കുടിക്കാൻ അങ്ങനത്തെ കടയിൽ പോകണം. ഇല്ലയോ? നമുക്ക് അങ്ങ് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ കടയിൽ പോകാം. ഏതാ? അത് പഴയതായിരുന്നു മെഹഫിൽ. ഇപ്പം ആന്ധ്രത്തുകാരൊന്ന് തുടങ്ങിയിരിക്കുന്നതല്ലേ അത്. പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് ചായ കുടിക്കാൻ. അവിടെ പിന്നെ നമ്മുടെ വെറൈറ്റി കടികളുണ്ടല്ലോ, കോഴിക്കോടിൻ്റെ കടികളൊക്കെ കിട്ടുമല്ലോ. ഇല്ലയോ? പക്കോട, പഴം നിറച്ചത്, പിന്നെ ഉന്നക്കായ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. മുട്ട ബജിയുണ്ട്. വെറൈറ്റി കടികളുണ്ട്. പക്ഷെ കട്ട്ലറ്റൊക്കെ സൂപ്പറായിരുന്നു. ഇന്ന് റജീദയുടെ വണ്ടിയാണ് കൊണ്ടുവന്നത്. അവിടെ നീല മയിൽവാഹനം ഇരിക്കുന്നുണ്ടോ? റജീദയുടെയാ. ഗസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വന്നല്ലേ. പെട്ടെന്ന് അങ്ങ് സമയം പോകുന്നില്ലയോ? പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ. അങ്ങനെ ഇവിടെയും കുറേ പേരുണ്ട്. ഇവരിപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അവിടെ ഒരു എന്താ അതിന് പറയുന്നേ? നിങ്ങൾ എന്താടെ അതിന് പറയുന്നത്? ആ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്ന സംഭവത്തിന് ഫറം. പിള്ളേരെല്ലാം കൂടെ പണിയുന്നതാണോ ഇത്? എന്നാ ഫറം? ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. എന്താ പറ്റി? പക്ഷെ ബാപ്പാമാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ലഗൂൺ ബീച്ചിൽ. അപ്പം ഈ ഫറത്തിനകത്ത് പിള്ളേർ രാത്രിയൊക്കെ വന്നിരിക്കും ഇവിടെ. ആണോ? അപ്പോൾ നമ്മളിതേ ഇങ്ങോട്ട് വന്ന വഴിയിൽ ഇതേ കണ്ട വട്ടത്തിൽ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാം ഫ്രണ്ട്സൊക്കെ കൂടി വരുന്നതാട്ടോ. ഇവർ സ്ഥിരമായിട്ട് ഇവരുടെ സീറ്റാണിത്. ഇത് നമ്മുടെ ഫ്രണ്ടാണ്. പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ ഈ ഒരു ദ്വീപിലായതുകൊണ്ട് നമുക്ക് എല്ലാവരും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിച്ചു. വൈകുന്നേരം കഥ പറയാൻ കൂടിയേക്കുന്ന ആൾക്കാരാണ്. ഒരു ഉമ്മ അയ്യോ കാണിച്ചു മറ്റേ ഉമ്മ, വല്യമ്മ. ഇത് നിങ്ങളുടെ സ്ഥലമാണല്ലോ. എന്ന് വന്നാലും നിങ്ങളങ്ങ് കയ്യേറി വെച്ചേക്ക് വന്നല്ലോ. സ്വന്തം. വേറെ ആരും ഇരുത്തത്തും ഇല്ല. ചായ കുടിക്കുവോ? എന്താന്ന്? ഇതാരാ ഇവിടെ ഇരിക്കുന്നേ? കണ്ടോ? ഞങ്ങളെ കൂട്ടാതെ വന്ന് പന്ന കൊച്ചുങ്ങളെ കണ്ടോ? ഞങ്ങൾ പിന്നെ ആരാ? സോപ്പിട്ടതാ അത്. അതാ ഞാൻ നോക്കുന്നത് ഏതൊരു സുന്ദരി കൊച്ചെന്ന്. ഇതിനെയും കണ്ടിട്ടില്ലല്ലോ. ആണാ? നമ്മൾ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നു നമ്മുടെ കട. അങ്ങനെ ഇന്ന് എന്തായാലും കുറച്ച് നടന്നല്ലോ അല്ലയോ? വൈകുന്നേരം കുറച്ച് നടക്കാൻ പറ്റി. അങ്ങനെ നമുക്ക് സീറ്റുണ്ടോ? ഞങ്ങൾ ഇവിടുന്ന് സീറ്റുണ്ടോ എന്ന് നോക്കി പോവുക. അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു. ഈ ബാപ്പാമാരുടെ സ്ഥിരം സീറ്റാണ് ഇത്. ഇതെല്ലാവർക്കും ഓരോരുത്തർക്കും അവരവരുടേതായ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്നത് തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഇച്ചിരി സൊറ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ഫീല് വേറെയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അതൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഷോപ്പിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു.
അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകിച്ചുള്ള രസങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ എടുക്കല്ലേന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കും, എടുക്കല്ലേന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. വൈകുന്നേരങ്ങളായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ദ്വീപുകളിൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാരണം എല്ലാവരും പുറത്തിറങ്ങുന്ന സമയമാണ് വൈകുന്നേരം. നമ്മൾ ഏത് ബീച്ചിൻ്റെ അടുത്ത് പോയി നോക്കിയാലും അവിടെ എല്ലാം കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മിക്ക ഷോപ്പുകളിലും ആൾക്കാരുണ്ടാകും. കാരണം എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരു ചായ കുടിക്കാനും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് നേരം ബീച്ചിലിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറങ്ങും. നമുക്ക് ഇന്ന് ഇത്ര താമസം വരുന്നത് നല്ല തിരക്കുണ്ട് ഇവിടെ. അതെ, ഞങ്ങളിങ്ങനെ പരിചയക്കാരോടൊക്കെ സംസാരിച്ച് തിരക്കാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണെന്ന് തോന്നുന്നു. സൂപ്പറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ചായ കുടിക്കാതെ എന്തായാലും പോകത്തില്ല. ഞങ്ങൾ ചായ പറഞ്ഞു, ഞാൻ കോഫി പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? കാട്ടാൻ പറഞ്ഞു. അത് ലക്ഷദ്വീപുകാരുടെ എന്താ സ്ഥിരം ഒരു എന്താ പറയുന്നത്, കാട്ടൻ ചായ. ഇവിടെ കൂടുതലും കട്ടന എല്ലാരും കുടിക്കുന്നത് കേട്ടാ. പക്ഷെ പണ്ട് എന്നെ വീട്ടിലെല്ലാരും പറഞ്ഞ് പറ്റിക്കുമായിരുന്നു, കട്ടൻ കുടിച്ചാൽ കറുത്ത് പോകുന്നു. ഇവിടെ പറയുന്നുണ്ടായിരുന്നു പലരും. ഇവിടെ എല്ലാരും കട്ടൻ കുടിച്ചിട്ട് ആരും കറക്കുന്നില്ലല്ലോ. നീ ഒത്തിരി കട്ടൻ കുടിക്കുമായിരുന്നോ? ഉമ്മാതാ, വെറുതെയാ. അപ്പോൾ അതേ കുറച്ചും കൂടെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ലൈറ്റ്സ് ഒക്കെ ഓൺ ആയി കേട്ടോ. അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ വെറൈറ്റി കടികളുണ്ട്. നമ്മൾ കട്ട്ലറ്റാണ് പറഞ്ഞത്. വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കണേ എന്തൊക്കെയാന്ന്. കട്ട്ലറ്റ് നമ്മൾ കഴിച്ചല്ലേ, പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? എന്താ പറയാ, മറ്റേ പഴം നിറച്ച പറയുന്നോ? പോയിട്ട് വാ പഴം നിറച്ച പറഞ്ഞാലോ. ഓ, കോഫി ഭയങ്കര സെറ്റപ്പായിട്ട് വന്നല്ലോ തന്നേക്കുന്നേ. ഇത് മറ്റേ ഇത് കാപ്പിച്ചീനോ ആണോ? കാപ്പിച്ചീനോ. കുടിച്ചോ. കട്ട്ലറ്റ് വന്നപ്പോൾ ഇപ്പോൾ കട്ട്ലറ്റ് വേണ്ട. കട്ടൻ, നമ്മുടെ ലക്ഷദ്വീപുകാരുടെ സ്വന്തം കട്ടൻ ഉണ്ട്. അത് കഴുത്തിനകത്ത് കട്ട്ലറ്റ് കൊണ്ടുവന്നപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞാണ്ട് അടുത്ത ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന്. പഴം നിറച്ചത് മറ്റേ എന്തുവാടെ, ചട്ടിപ്പത്തിരി വന്ന്. ഇത് കൊള്ളാം, ബ്രെഡ് നിറച്ചത്. എന്തോ പേരറിയത്തില്ല ആ സംഭവം, അവരോട് ചോദിക്കാം. എൻ്റെ കോഫി വന്നു കേട്ടോ. കോഫി കുടിച്ചാലോ? കുടിച്ചോ. അതെന്താ എടുത്തത്? പഴം നിറച്ചത്. പഞ്ചാര അല്ല, നീ എന്താ വിചാരിച്ചേ ശർക്കരയെന്നോ? അടുത്ത മുട്ട ബജി കഴിച്ചേ. ഇല്ലടാ ഒന്നുമില്ല, പഴം നിറച്ചത്. ഇതെന്താ സാധനം? അതോ ഇതെന്നാ സാധനം? മാംഗോ കേക്ക്. ഇതെന്ത് വരുന്നത്? ചട്ടിപ്പത്തിരി, ബ്രെഡ് പോക്കറ്റ്. ഇത് പക്കവട. ഇല്ല, മുട്ട ബജി കഴിച്ചു. ആ, ഇതും കട്ട്ലറ്റ്. കുറേ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. പോകാം നമുക്ക്. ഷവർമ്മ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ, ചൂടടിക്കുന്നുണ്ടേ. അൽഫാം സെറ്റായി. വെച്ച് അൽഫാം സെറ്റാക്കി വെച്ച്. രാത്രിയാകുമ്പോൾ ആൾക്കാരൊക്കെ വരും ഇല്ല? രാത്രിയാണ് നമുക്ക് നല്ല അടിപൊളി ആംബിയൻസും കിട്ടുന്നത് ഇവിടെ. ഇനി ഞങ്ങൾ നടക്കണം, ഞങ്ങളുടെ വണ്ടി അവിടെ ഇരിക്കുന്നത്. പോവന്നാ? ടാറ്റാ. അപ്പം ഇനി എന്നാ? ഇനിയും വരും. അല്ല, വണ്ടി വരുന്നു. ഇനി ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ വരണേ. ടാറ്റാ ഉമ്മു. ടാറ്റാ. വലൈക്കും അസ്സലാം. കൊണ്ടുവിടണോ? വേണ്ടല്ലോ. ഇത് തൊട്ടടുത്ത ഉമ്മുൻ്റെ വീട്. തൊട്ടടുത്ത ഉമ്മുൻ്റെ വീട്. ശരി എന്നാ. ഞങ്ങൾക്കിനി നടന്നു പോയിട്ട് വണ്ടി എടുക്കണം. അതെ, നല്ല കാറ്റില്ലയോ? അടിപൊളി ഒരു കാറ്റ്. ഇറങ്ങി തുടങ്ങി. ബാങ്ക് കൊടുത്തല്ലോ. ഇനി എല്ലാവരും പതുക്കെ എണീറ്റ്. പിള്ളേരെല്ലാം കളി കഴിഞ്ഞ് ഇറങ്ങി. വണ്ടി എന്ത് നമ്മുടെ ഇവരോട് പറഞ്ഞിട്ട് ഈ ബൈക്ക് എടുത്ത് നമ്മളിതേ അവിടെയാണ് നമ്മൾ കഴിക്കാൻ പോയത്. കഴിക്കാനൊക്കെ പോയിട്ട് ദേ തിരിച്ച് വീണ്ടും നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് വന്നു. ലൈറ്റ്സൊക്കെ ഓൺ. ഞങ്ങൾ പോകാൻ പോകാറ് ചെയ്ത വണ്ടി എടുത്തു.
പോകാം. എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവുക. എല്ലാവരുടെയും കളിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ സൈക്കിൾ. നമുക്ക് ബീച്ച് റോഡിൽ കൂടെ പോകാം. ഹലോ, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ബുർദ. ഹലോ ഹലോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലയോ? അടിപൊളിയായിരുന്നേ. അതെ, അപ്പം ഞങ്ങൾ ഇപ്പം ബീച്ച് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തെടുക്കണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് പോവാം. ഇരുട്ടായി. ഇപ്പം ഇച്ചിരി വെട്ടം വന്നായിരുന്നു. പോസ്റ്റിനകത്ത് ലൈറ്റ്. അപ്പം ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു. എല്ലാ ദിവസവും ഇതുപോലൊക്കെ തന്നെ. പിന്നെ ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ഇറങ്ങുന്നില്ല. നേരത്തെ എല്ലാ ദിവസവും ഇറങ്ങുമായിരുന്നു. ഇപ്പം പിന്നെ എല്ലാ ദിവസവും അങ്ങനെ ഇറങ്ങത്തില്ല. 2 ദിവസം കൂടുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങും, ഇല്ലയോ? ചായ കുടിയാണ് സാറേ ഞങ്ങളുടെ മെയിൻ. ചായ കുടിക്കാതെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. റോഡിൽ കൂടെ ഇവിടെ എന്തൊക്കെയോ കടികളൊക്കെ ഉണ്ട് കേട്ടോ. ഗസ്റ്റുകളൊക്കെ നിൽക്കുന്നവിടെ എന്തൊക്കെയുണ്ട് അവിടെ. നമ്മുടെ വെസ്റ്റേൺ ജെട്ടി അടിപൊളി. നമ്മുടെ പഞ്ചായത്ത് ഹോട്ടൽ. കറക്കമെല്ലാം കഴിഞ്ഞാണ്ടേ പോവാന്ന്. ഇനി റജീദ അങ്ങോട്ട്, ഞാനിനി ഇങ്ങോട്ട്. 2 പേര് 2 വഴിക്ക്. അപ്പം ടാറ്റ. ഞാനും പോട്ടെ. അപ്പം ശരി.